ജമ്മുകശ്മീരിലെ കുൽഗാമിൽ സൈനിക നടപടി തുടരുകയാണ്. 6 ഭീകരരെ സുരക്ഷാ സേന വധിച്ചിരിക്കുന്നു. ഇന്നലെയുണ്ടായ ഏറ്റുമുട്ടലിൽ 2 സൈനികർ വീരമൃത്യു വരിച്ചു. രജൌരിയിലും ഭീകരാക്രമണമുണ്ടായി. ആക്രമണത്തിൽ ഒരു സൈനികന് പരിക്കേറ്റിട്ടുണ്ട്. ആർ രാധാകൃഷ്ണൻ പുതിയ വിവരങ്ങളുമായി ചേരുകയാണ് ഡൽഹിയിൽ നിന്ന്. ആർക്കെ വധിച്ച ഭീകരരുടെ എണ്ണം അത് ആറായിട്ടുണ്ട്. എന്താണ് അതിൻ്റെ വിവരങ്ങൾ ആർക്കെ? രണ്ടിടങ്ങളിലായിട്ടുണ്ടായ സംഭവങ്ങളിൽ വ്യത്യസ്ത സംഭവങ്ങളിൽ രണ്ടിടങ്ങളിലും ഓരോ സൈനികർ വീതം വീരമൃത്യു വരിച്ചിരുന്നു. അതിന് തുടർച്ചയായിട്ടുള്ള സൈനിക നടപടിയിലാണ് ഇപ്പോൾ 6ാമത്തെ ഭീകരനെയും വധിച്ചിരിക്കുന്നത്. രണ്ടിടങ്ങളിലുമായിട്ട് ഇനിയും ഏതാണ്ട് 5ഓളം ഭീകരർ ഉണ്ട് എന്ന വിലയിരുത്തലിലാണ് സേന ഉള്ളത്. വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ ഈ സേനാംഗങ്ങൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിന് എതിരെ മറുപടി നൽകുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് സേനയുടെ ഭാഗത്തു നിന്നുള്ള നടപടി. എല്ലായിടങ്ങളിലും കുൽഗാമിലെ എല്ലായിടങ്ങളിലും ഏതാണ്ട് 6 മേഖലകൾ കേന്ദ്രീകരിച്ച് 6 ഇടങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് തെരച്ചിൽ നടക്കുന്നുണ്ട്. 2 ഇടങ്ങളിലാണ് ഈ ഭീകരരുമായിട്ടുള്ള ഏറ്റുമുട്ടൽ നടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പോലെയും ഏറ്റവും ശക്തമായിട്ടുള്ള നടപടികൾ ഉറപ്പാക്കി ഭീകരരെ ആ മേഖലയിൽ നിന്ന് തുരത്തുകയാണ് സേനയുടെ ലക്ഷ്യം. ഇതിനു വേണ്ടിയിട്ടുള്ള നടപടികളാണ് പുരോഗമിക്കുന്നത്. ഉന്നത ഉദ്യോഗസ്ഥർ, ഉന്നത സേനാ മേധാവികൾ ആ മേഖലയിലേക്ക് എത്തുന്നുണ്ട്. അല്പസമയത്തിനകം അവർ ഈ കാര്യങ്ങളെല്ലാം അവലോകനം ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഒരു വാർത്താ സമ്മേളനം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ആ വാർത്താ സമ്മേളനത്തിൽ തുടർന്ന് ഇനി ഈ മേഖലയിൽ ഏതൊക്കെ വിധത്തിലുള്ള കുൽഗാം എന്ന മേഖലയിൽ ഏതൊക്കെ വിധത്തിലുള്ള നടപടികളായിരിക്കും ഉണ്ടാവുക എന്നതിനെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ അവർ ലഭ്യമാക്കും. രജൌരിയിൽ ഇന്ന് രാവിലെ ഉണ്ടായ ആക്രമണം സംബന്ധിച്ചിട്ടുള്ള പരിശോധനകളും ഇപ്പോൾ ഊർജിതമായിട്ട് നടക്കുകയാണ്. രജൌരിയിൽ സൈനിക താവളത്തിന് നേരെയായിരുന്നു ആക്രമണം. ഒരു സൈനികന് ഗുരുതരമായിട്ടുള്ള പരിക്ക് ഈ ആക്രമണത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ശരി, ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് പുതിയ വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.